ജി വി ഹരി, ഈ പ്രതികരിക്കുന്നവർ പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ വി ഡി സതീശൻ സർക്കാരിനെ കണ്ടത്. ഇപ്പോൾ സമരപ്പന്തൽ നിന്ന് UPSCയുടെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഞങ്ങൾ സർക്കാരിനെ വെല്ലുവിളിക്കാൻ ആളല്ല, ഞങ്ങൾക്ക് സർക്കാരുമായി ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളുടെ റാങ്ക് കാലാവധിയുടെ അവസാന ഘട്ടമാണ്. അങ്ങ് കേട്ടല്ലോ, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ കുഞ്ഞനിയത്തിമാരാണ്. ഇവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നിയമനമുണ്ടാകില്ല. ആ റാങ്ക് കാലാവധി അവസാനിക്കും. പിന്നീട് ഒരു മാസങ്ങളും വർഷങ്ങളും പഠിച്ച് വീണ്ടും ഒരു റാങ്ക് പട്ടികയിൽ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അസാധ്യമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരു ഏറ്റവും മാതൃകാപരമായി ഒരു മാനുഷികമായ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ചെന്നൊന്ന് കാണാൻ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുന്നില്ല? ഏറ്റവും മാന്യമായ ചോദ്യം. അവർ പറഞ്ഞു, LPST സമരനേതാവ് വളർമതി പറഞ്ഞു, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി സമരപ്പന്തൽ വന്ന് ഒരു ഉറപ്പ് തന്നാൽ മതി, ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോളാം. പക്ഷെ അത് നൽകാൻ തയ്യാറല്ല. 11ാമത്തെ ദിവസമാണ് വളർമതിയുടെ ആരോഗ്യനില മോശമാകുന്നു. അവരുടെ ജീവന് വിലയില്ലേ ശ്രീ ജി വി ഹരി? താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ അവിടെ സമരപ്പന്തലിലെത്തി ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണം, അതിന് വേണ്ടുന്നുള്ള പരിഹാരം ചെയ്യാമെന്നുള്ള രേഖാമൂലമായിട്ടുള്ള കത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മന്ത്രി എത്തിയില്ല എന്ന് പറഞ്ഞു. മന്ത്രി തീർച്ചയായിട്ടും ഇവരോട് സംസാരിക്കുന്നതിന് അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അവരുടെ പ്രതിനിധികൾ ആ ചർച്ചയ്ക്ക് എത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 1-2 വിവരങ്ങൾ കൂടി, ഒരു ഇൻഫർമേഷൻ ഇവിടെ ജനൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലൊരു ഏറ്റവും പുതിയതായിട്ട് 1-2 കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിൽ 15,214 സ്കൂളുകളുണ്ട്. അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ 5,811 ഉണ്ട്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ 8,049 സ്കൂളുകളും സർക്കാർ അംഗീകൃത സ്കൂളുകൾ 1,354. അങ്ങനെ 15,214 സ്കൂളുകളിലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് അല്ലാത്ത റെക്കഗ്നൈസ്ഡ് സ്കൂളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏകദേശം 13,000 ചില്ലുവാനം സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഏകദേശം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. 1,62,983 അധ്യാപകർ ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള റേഷ്യോ, ഇപ്പോൾ അംഗീകൃത റേഷ്യോ എന്ന് പറയുന്നത് 1:30, 1:35 LPയിൽ 1:30, 1:35 അംഗീകരിച്ചിട്ടുള്ളത്. നേരത്തെ 1:40, അത് 1:45 നിന്നാണ് ഇത് കുറച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് കുറച്ചത്. പക്ഷേ നിലവിലുള്ള പീപ്പിൾ ടീച്ചർ റേഷ്യോ ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. LP സ്കൂളുകളിൽ, പ്രൈമറി സ്കൂളുകളിൽ 1:22 ആണ്. അത്രയേ ഉള്ളൂ വിദ്യാർത്ഥികൾ. അത് രണ്ടാമത് നമ്മൾ അപ്പർ പ്രൈമറിയിലേക്ക് പോയാൽ അത് 1:18 ആണ്. അത് സെക്കൻഡറിയിലേക്ക് പോയാൽ 1:13 ആണ്. ഏറ്റവും അവസാനമായ ഹയർ സെക്കൻഡറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പീപ്പിൾ ടീച്ചർ റേഷ്യോ 1:20 ആണ്. ഈ സാഹചര്യത്തിലാണ് നിങ്ങൾ പുതിയതായി ഈ PSC ലിസ്റ്റിൽ വന്നിട്ടുള്ള അധ്യാപകരെ നിയമിക്കണം എന്നൊരു സർക്കാരിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വെക്കുന്നത്. അപ്പം നിലവിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ സർക്കാർ സ്കൂളുകളിലേക്ക് ആളുകൾ വരുന്നില്ലെന്നല്ല. മൊത്തം കേരളത്തിൽ പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 40 ലക്ഷമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാം കൂടി ഞാൻ പറയുകയാണ് 40 lakhs. അതിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ജോലി പഠിക്കുന്നത് 30 ലക്ഷം കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ വെറും 10 ലക്ഷം കുട്ടികൾ മാത്രമേ സർക്കാർ സ്കൂളിലല്ലാതെ എയ്ഡഡ് സ്കൂളിലല്ലാതെ പഠിക്കുന്നുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു വിവരമാണ്. എന്താണ് ബേസിലിനാണ് തെറ്റായിട്ടുള്ള വിവരമാണ്. സൈസിൽ പറഞ്ഞിരിക്കുന്ന വിവരം തെറ്റാണ്. ഞാനത് കൃത്യമായിട്ട് പറയുകയാണ്. കാരണം ബേസിലിന് ആ വിവരം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇത് കറക്റ്റ് ഡേറ്റയുടെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. 2025-26 ഡേറ്റ പ്രകാരം 30 ലക്ഷം കുട്ടികൾ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നു. 10 ലക്ഷം കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കി ഇതര സ്കൂളുകളിൽ പഠിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ട് അപ്പോയിൻമെൻറ്റ് വരുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഈ വർഷം കുട്ടികൾ സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം. 2.5 ലക്ഷം കുട്ടികളാണ് ആകപ്പാടെ 1ാം ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. എന്താ കാര്യം എന്നറിയോ? അത് കുട്ടികൾ സർക്കാർ സ്കൂളിലെ മോശപ്പെട്ട അവസ്ഥയോ അല്ലെങ്കിൽ അവിടെ പഠിക്കാനായിട്ടുള്ള നല്ല സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ല. നമ്മുടെ കേരളത്തിലെ നിങ്ങൾ മനസ്സിലാക്കുക, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ നെഗറ്റീവ് പോപ്പുലേഷനാണ്. നെഗറ്റീവ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കുട്ടികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. ഞാൻ പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ കുട്ടികളില്ലാത്ത സ്ഥലങ്ങളിൽ അധ്യാപകരെ മാത്രം നിയമിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? ഇത് സർക്കാരിൻ്റെ മുമ്പിൽ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരെ നിയമിക്കണമെന്നുള്ളത്. പക്ഷേ വിജ്ഞാപനം ഇറക്കുന്നത് അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസികളിൽ അവിടെ നേരത്തെ ഇവിടെ ആരോ അരുണാന്ന് തോന്നുന്നു
സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നുണ്ട്. എന്താ അപ്പോയിന്റ്മെന്റ് നടക്കാനുള്ള കാരണം? എങ്ങനെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്? ഈ വരുന്ന വേക്കൻസിയിൽ ത്രോൺ ഔട്ട് ആയിട്ടുള്ള അധ്യാപകരെ അവിടെ നിയമിക്കുന്നുണ്ട്. എന്താ കാര്യം? പ്രൊട്ടക്ഷൻ ഉണ്ട്. 1 മുതൽ 10 വരെയുള്ള കേരളത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ള അധ്യാപകർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഹയർ സെക്കൻഡറിയിൽ മാത്രമേ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഉള്ളൂ. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യുന്ന അധ്യാപകരുടെ തൊഴിൽ പോകാതിരിക്കണം. പോയാൽ സർക്കാരിന് അതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെയുള്ള ത്രോൺ ഔട്ട് ആയിട്ടുള്ള അധ്യാപകരെ ഇങ്ങനെയുള്ള വേക്കൻസികൾ വരുമ്പോൾ അവരെ അതിലേക്ക് നിയമിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ അധ്യാപകരെ സ്കൂളുകളിലേക്ക് മാത്രമല്ല, പഞ്ചായത്തുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടെ പുനർവിന്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പുതിയൊരു കാര്യം കൂടെ സർക്കാർ ചെയ്തു. എന്താണെന്നറിയോ? സർക്കാർ മേഖലയിൽ നിന്ന് ത്രോൺ ഔട്ട് ആയിട്ട് പോകുന്ന ആളുകളെ എയ്ഡഡ് മേഖലകളിൽ താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് അവിടെ അവസരം കൊടുക്കണം എന്നൊരു നിർദ്ദേശം എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലെ മാനേജ്മെന്റുകളിൽ സർക്കാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? നിലവിലുള്ള അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. അപ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകളെ കൂടി നിയമിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും Yes, sir. തീർച്ചയായും മനസ്സിലായി ശ്രീ ജി വി ഹരി.